എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ മലയാളികളുടെ അഭിമാനത്തെ ഒരു പടി കൂടി ഉയർത്തി വെക്കുന്ന തരത്തിലേക്കുള്ളതാണ്. ചരിത്രം തൊട്ട് വർത്തമാനം വരെ നമ്മളുടെ അഭിമാനം ഉയർത്തുന്ന കുറേയധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിമാനം തോന്നുകയാണെന്നുണ്ടെങ്കിൽ 10 ആളുകൾക്ക് അയച്ചു കൊടുക്കുക. എല്ലാ ആളുകളും അഭിമാനപൂരിതരായി അങ്ങോട്ട് മാറട്ടെ. മലയാളി ലോകത്ത് എവിടെ ഇറങ്ങി നടന്നാലും വേറെ ഏതെങ്കിലും ഒരു 5-6 മലയാളികളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്ത്, ആ ഒരു സ്ഥലത്ത് തങ്ങളുടെ ഐഡൻറ്റിറ്റി കാണിക്കാനായിട്ട് വല്ലാതെ മെനക്കെടുന്ന ആളുകളാണ്. ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും 10 മലയാളികൾ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കലാപരിപാടി കലബല അവിടെ നടത്താനായിട്ട് ഇവർ മെനക്കെടാറുണ്ട്. ഇന്ന് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ചില സംഭാവനകൾ മലയാളികളുടെ വകയാണ്. സോഷ്യൽ മീഡിയയിൽ ഏറെ ട്രാഫിക് ജനറേറ്റ് ചെയ്ത് ഒരു സെർച്ച് മലയാളികൾ നടത്തി. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമ 9ഓളം അവാർഡുകൾ വിൻ ചെയ്ത 14ഓളം നോമിനേഷൻസിലേക്ക് വന്ന ഒരു സിനിമ സെർച്ച് ചെയ്താണ് മലയാളികൾ ഇന്ന് മാസ് കാണിച്ചത്. ആ ഒരു സിനിമ മാത്രമായിട്ടല്ല അവർ സെർച്ച് ചെയ്തത്, അതിലെ ഒരു പെർട്ടിക്കുലർ ക്ലിപ്പ് മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് അവരവരുടെ ആ ഒരു ചിന്തയെ പരിമിതിപ്പെടുത്തി ലാളിത്യത്തോടെയാണ് സെർച്ച് നടത്തിയത്. ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റ് എന്ന മൂവിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ദിവ്യപ്രഭ, അതേപോലെ തന്നെ കനി കുസൃതിയൊക്കെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ നിൽക്കുന്നത് വളരെയധികം ആരാധനയോടെ ആകാംക്ഷയോടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സിനിമ കേരളത്തിലേക്ക് റിലീസിനെത്തിയ സമയത്തുണ്ടായ സെർച്ചാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്തോരം സെക്ഷൽ ഫ്രസ്ട്രേഷനാണ് ഇവിടെയുള്ള ആളുകൾക്ക് എന്ന് മാലോകരെ കൊണ്ട് പറയിപ്പിക്കുന്ന, വളരെയധികം അഭിമാനമുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയധികം ദാരിദ്ര്യം വരുന്നത്? ചില റാങ്കിങ്ങിൽ ഇന്ത്യ എന്ന് പറയുന്നത് 3ാമത്തെ ഏറ്റവും കൂടുതൽ പോൺ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ്. പുരുഷന്മാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മജോറിറ്റി പുരുഷന്മാർ വിവാഹത്തിന് മുൻപ് വരെയെങ്കിലും കാര്യമായി തന്നെ പോൺ കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ്. ഒരു ഫാമിലി മാൻ ലെവലിലേക്കൊക്കെ വരുമ്പോഴത്തേന് സ്വന്തം മക്കൾ അങ്ങനെ ആവരുത് എന്നൊക്കെ വിചാരിച്ച് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് സദാചാര മൂല്യങ്ങൾ കൊണ്ട് പിന്മാറുന്ന ആളുകളും ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും വിവാഹത്തിന് മുമ്പ് വൈഡായിട്ട് തന്നെ ആളുകൾ പോണൊക്കെ ഇവിടെ കൺസ്യൂം ചെയ്യാറുണ്ട്. ഒരു കുഴപ്പമില്ല, കാര്യമായിട്ട് തന്നെ കണ്ടോട്ടെ, ബാക്കിയുള്ള ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത ഒരു ആൾട്ടർനേറ്റ് പരിപാടിയാണെന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. എന്തൊക്കെ കണ്ടാലും എത്രയൊക്കെ കൊടുത്താലും ഒരു ചെറിയ ക്ലിപ്പിന്, ഒരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയിൽ ഒരു ചെറിയ ക്ലിപ്പിന് വേണ്ടി നാണം കെട്ട് മാലോകരോട് തിണ്ടുന്ന മലയാളിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് മലയാളികളുടെ ഒരു മജോറിറ്റിക്ക് പക്വതയോടെ ഒരു ആർട്ടിനെ സമീപിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ കാരണങ്ങൾ അത് കൾച്ചറലി റൂട്ടഡ് ആണ്, നമ്മളെ സംസ്കാരവുമായിട്ട് ഇഴകി ചേർന്നാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിനിമ കണ്ടിട്ടും അതിനകത്തെ ആ ഒരു രംഗത്തെക്കുറിച്ചിട്ട് മാത്രം ചിന്തിക്കുന്ന ആളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സിനിമയൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള ഭൗതിക വളർച്ച എത്തിയിട്ടില്ല. അങ്ങനെ വളർച്ചെത്താത്ത ആളുകൾ അവർക്ക് താല്പര്യമുള്ള വെറും മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അവരതിനെക്കുറിച്ചിട്ട് വാചാലരാകും. അപ്പോൾ ആ ഒരു രംഗം എത്രത്തോളം അവരുടെ ചില വൈകാരിക സമീപനങ്ങളെ തൃപ്തിപ്പെടുത്തും എന്നുള്ളതിനെ കുറിച്ചിട്ട് മാത്രം അവർ വാചാലരാകും. അവർക്ക് ആ ഒരു സിനിമയിൽ എന്തിനാണ് ആ ഒരു രംഗമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോണ്ടക്സ്റ്റോ ഒന്നും മനസ്സിലാക്കാനായിട്ടുള്ള ബോധം ഉണ്ടാവില്ല. പിന്നെ മറ്റേ അഭിമാനം പരത്തലുണ്ടല്ലോ, ഞാനത് കണ്ടു, വളരെ മോശം, എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, തപ്പിപ്പിടിച്ച് ലിങ്ക് തെണ്ടി ഏതോൻ്റെയൊക്കെ ഇൻബോക്സിൽ പോയി ടെലിഗ്രാമിൽ പോയി 10 ക്രിപ്റ്റോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടവനാണ് പറയുന്നത് നമ്മുടെ സംസ്കാരം ആകെ മൊത്തത്തിൽ നശിച്ചു എന്നുള്ളത്. അതൊരു തരം പ്രകടനങ്ങളാണ്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട അംഗീകാരങ്ങൾ നേടിയ ഒരു സിനിമയുടെ ഭാഗമായ ഒരു മലയാളി നടി ഏൽക്കേണ്ടി വരുന്ന സൈബർ അറ്റാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ കാണാനായിട്ട് സാധിക്കുന്നത്. അക്ക വിളികളും കിടക്കാച്ചി സാധനമാണെന്നും ലിങ്ക് ഉണ്ടോ എന്നും ഒക്കെ ആളുകൾ അവരുടെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ നിന്ന് തന്നെ ഒരു മടിയില്ലാതെ ചോദിക്കുകയാണ്. ദിവ്യപ്രഭ ദ ട്രെൻഡ് സെറ്റർ. ദിവ്യപ്രഭയല്ല ട്രെൻഡ് സെറ്റർ, മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യമാണ് ട്രെൻഡ് സെറ്റർ. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ട്രെൻഡിങ് ആവാനും ഫാൻസിനെ ഉണ്ടാക്കാനും ഒരൊറ്റ ദിവസം മതിയെന്ന് തെളിയിച്ച റാണി ഞെട്ടിച്ച് കളഞ്ഞു. കിട്ടിയ അവസരം വേണ്ടതോ ഉപയോഗിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഒരു സിനിമ, ആ സിനിമ ഏതാണെന്നോ അതിൻ്റെ പ്ലോട്ട് എന്താണെന്നോ പോലും ഇവർക്ക് അറിയില്ല. ആ ഒരു സീൻ കൊണ്ട് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ തരംഗം ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു വർണ്ണനയൊക്കെ ഈ പോസ്റ്റ് ഇട്ടവൻ്റെ ആ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് തോന്നുന്നതാണ്. അതിൻ്റെ താഴെ ഒരു വലിയ കമൻ്റ് ഉണ്ട്. കിന്നാരത്തുമ്പികളൊക്കെ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കേണ്ടതായിരുന്നു, ഷക്കീല എന്ന നടിയെയും ആദരിക്കേണ്ടതായിരുന്നു. ഈ കിന്നാരത്തുമ്പികളുടെ ചരിത്രമൊക്കെ വീട്ടിൽ ഡാഡിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക. അവരുടെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ പ്രൊമോഷൻസ് ഉണ്ടായിരുന്നില്ല. പോസ്റ്റർ കണ്ട് കൊതിയോടെ തിയേറ്ററിലേക്ക് ഓടിയെടുത്തൊരു ജനക്കൂട്ടമായിരുന്നു നമ്മളുടെ പഴയകാല പ്രബുദ്ധ സംസ്കാരം. അതിനകത്ത് നമ്മുടെയൊക്കെ പൂർവികരൊക്കെ ഉൾപ്പെടും, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ അച്ഛൻ്റെയും ഒക്കെ ഒരു ജനറേഷനുള്ള ആൾക്കാർ ഉൾപ്പെടും. അത്രയധികം ദാരിദ്ര്യം ഉണ്ടായിരുന്ന ആളുകളാണ്.
അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചിട്ട് പറയുമ്പോൾ ആ ഒരു സിനിമയിൽ ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ട് എന്നുള്ള ഒരു പ്രചാരണത്തിൻ്റെ പുറത്താണ് ആളുകൾ പോയത്. അന്നും ഇപ്പോഴത്തെ പിൻതലമുറയിൽപ്പെട്ട ആളുകൾ പറയുന്നത് പോലെ കമൻറ്റ് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പ്രതീക്ഷ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, ആളുകൾ പറയുന്നത് പോലെ ഉണ്ടായിരുന്നില്ല. ആ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് അന്ന് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്തു. ചക്കപ്പഴത്തിൽ ഈച്ച ഒട്ടുന്നത് പോലെ ആളുകൾ ഒട്ടി. അന്നൊന്നും മലയാളികളുടെ പൊതു സ്വഭാവത്തിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ നമ്മളെക്കാളിലുമൊക്കെ അനുഭവ സമ്പത്തുള്ള പ്രായമുള്ള ആളുകൾക്ക് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. 48ഓളം മറ്റു പ്രമുഖ മലയാളികളെയും ടാഗ് ചെയ്ത് കുക്കി കുമാർ 100% സർട്ടിഫൈ ചെയ്ത് ഈ ഒരു കലാകാരിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുരുഷന്മാരെ അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമനിർമ്മാണമൊക്കെ വേണേ, ഞങ്ങൾക്കെതിരെയും ആക്രമണമൊക്കെ ഉണ്ടാവുന്നുണ്ടേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഈ ഒരു കൊതിപ്രകടനങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കേണ്ടതാണ്. ഈ പറയുന്ന വൈകൃതം നിറഞ്ഞ ആളുകൾക്കിടയിൽ ഇറങ്ങി നടക്കാനായിട്ട് തന്നെ പേടി തോന്നുക സ്വാഭാവികം തന്നെയാണ്. ഇനി എന്താണ് നമ്മളുടെ മികച്ച സംസ്കാരം? ഏത് മികച്ച സംസ്കാരത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്? ഇപ്പോഴാണ് പിന്നെയും കുഴപ്പമില്ലാത്തൊരു മികച്ച സംസ്കാരം ഉണ്ടായത്. പല ആളുകളുടെയും പൂർവികരുടെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പിൻതലമുറയിൽപ്പെട്ട ആളുകൾക്ക് പാരമ്പര്യമായി കിട്ടാൻ സാധ്യതയുള്ള ചില പ്രകടനങ്ങളായിരിക്കും ഇപ്പോൾ കാണിക്കുന്നത്. നമ്മളുടെയൊക്കെ പൂർവികർക്ക് അത്ര വൃത്തികെട്ട ഒരു പാരമ്പര്യമുണ്ട്. അത് ഈ ഒരു കാലത്തും തുടരുന്നതിനകത്ത് പ്രത്യേകിച്ച് അഭിമാനിക്കേണ്ട സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. പണ്ട് ശ്രേഷ്ഠമായിട്ടുള്ളൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ചെവിക്കല്ലടിച്ച് പൊളിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മോശമായിട്ടുള്ള വൃത്തികെട്ട പാരമ്പര്യം ഉണ്ടായിരുന്ന ആളുകളാണ് നമ്മൾ. ആ ഒരു പാരമ്പര്യം ഇപ്പോഴും തുടരുന്ന ആളുകളുണ്ട്. ഈ അന്യൻ്റെ ലൈംഗികതയിൽ ഇത്രയധികം ആകൃഷ്ടനായിട്ടിരിക്കുന്നത് പോലും മുൻകാല പാരമ്പര്യത്തിൻ്റെ ചില പിന്തുടർച്ചകളായിരിക്കാം. ഈ മതപരമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ആളുകൾ, ഞാനെപ്പോഴും പറയുന്ന ഒരു ചരിത്രമുണ്ട്, കോഴിക്കോടിൻ്റെ ചരിത്രം. കുണ്ടൻ എന്ന് പറയുന്ന വേട് വന്നതിൻ്റെ ചരിത്രം. പണ്ട് അറബികൾ വരുന്ന സമയത്ത് സ്വന്തം കുഞ്ഞു പൊടിക്കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ അറബികൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് ധൃതി വെച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അറബികൾ വന്നെന്ന് കനിഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, മൊഞ്ചനെ കണ്ട് ഒന്ന് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ 10 ചില്ലറ സമ്പാദിക്കാമെന്ന് വിചാരിച്ച് ഒരുങ്ങി നടന്ന ആൺകുട്ടികളുണ്ടായിരുന്നു. എന്നാണ് ഇവനൊക്കെ വലിയ ആൾക്കാരായത്? അവരുടെയൊക്കെ പിൻതലമുറയിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ മേലാളൻ അല്ലെങ്കിൽ മുന്തിയ ജാതിയിലുള്ളവൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, ഭാര്യയെ പ്രാപിക്കുന്ന സമയത്ത് പുറത്ത് വിളക്കുമായി കാത്തിരുന്ന ആളുകളുടെ പിൻതലമുറക്കാരും ഉണ്ടാവും ഇന്ന്. ഇനിയിപ്പം നമ്മളുടെയൊക്കെ ഒരു നാടിൻ്റെ, ഞങ്ങളുടെയൊക്കെ നാടിൻ്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ പൂർവികരുടെയൊക്കെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പൂളക്കിഴങ്ങും കഴിച്ച് എല്ലിൻ്റെ ഇടയിൽ കയറി അടിയാത്തി പെണ്ണുങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ അടുത്ത് അതിക്രമം കാണിച്ച് അവർക്ക് ഗർഭം ഉണ്ടാകുന്ന സമയത്ത് ചവിട്ടി കൊന്ന് പറമ്പിൽ കുഴിച്ചിടുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇത് കോട്ടയത്തൊക്കെ പല ആളുകൾക്കുണ്ട്. പല ആളുകളോട് ഞാൻ സംസാരിച്ച സമയത്ത് പല ആളുകളുടെയും പൂർവികർക്ക് അങ്ങനെ ചവിട്ടിക്കൊന്ന് കുഴിയിൽ താഴ്ത്തിയ പാരമ്പര്യമുണ്ട്. അപ്പം ഇതാണ് ഇവരുടെ ഒരു വൃത്തികെട്ട പാരമ്പര്യം. അതിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകളല്ലേ, അത്രയധികം ആക്രമണോത്സുകത ഉണ്ടാവും, അത്രയധികം ദാരിദ്ര്യം ഉണ്ടാവും, എസ്പെഷ്യലി സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അവർ. അതേപോലെ തന്നെ ഈ മുന്തിയ ജാതിയിലുള്ള ആളുകൾക്ക് സംഭവങ്ങളൊക്കെ ക്ലിയറാണ്. അവിടുത്തെ സ്ത്രീകൾ അതേപോലെ തന്നെ അവിടുത്തെ ആളുകളൊക്കെ മിടുക്കന്മാരാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും തെറ്റി. ആകെ മൊത്തം ആവതുള്ളത് ഏതെങ്കിലും ഒരു ചെറിയ അവയവമാണ് എന്നുണ്ടെങ്കിൽ അത് വെച്ച് ഹാഫ് നിശ്ചലനായി കിടക്കുന്ന അപ്പൂപ്പനും ഏതെങ്കിലുമൊക്കെ വളരെ യങ്ങായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയായിരിക്കുന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത് മുന്തിയ കുടുംബങ്ങളിലുണ്ടായിരുന്നു. അത്ര വൃത്തികെട്ട പാരമ്പര്യമുള്ള ആളുകളുടെ പിൻതലമുറക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെക്സ് ടൂറിസം നടത്തിക്കൊണ്ടിരുന്ന ആളുകളുടെ പിൻതലമുറക്കാർ ഇവിടെ എന്ത് സംസ്കാരം വിളമ്പാനാണ്? നമ്മളുടെ സംസ്കാരം തകരുന്നേ എന്നൊക്കെ പറയുന്നവന്മാരുടെ പാരമ്പര്യമൊക്കെ ചികഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ റീസെൻ്റ് ആയിട്ടുള്ള 10-50 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായ സംസ്കാരമൊക്കെ ഉണ്ടാവത്തുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള സംസ്കാരമൊക്കെ തേടിപ്പോയി കഴിഞ്ഞാൽ പരമശോകമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംസ്കാരം പറച്ചിലുകൾ, അഭിമാനം പറച്ചിലുകൾ എന്നിവ ഒഴിവാക്കുക. വളരെ വൃത്തികെട്ട പാരമ്പര്യമുള്ള ആളുകളുടെ പിൻതലമുറക്കാരാണ് നമ്മൾ. വളരെ മാന്യമായിട്ട് ഈ കുറച്ച് നാളുകളായുള്ളൂ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ പ്രകടനങ്ങളൊക്കെ തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന, സിനിമയെ സിനിമയായിട്ട് കാണുന്ന ആളുകൾ അംഗീകരിക്കപ്പെടുന്ന ചില സിനിമകളും കലാപ്രകടനങ്ങളും ഒക്കെ. ഇതൊരു ആർട്ടാണ്. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമത്തിൽ കലാകാരന്മാർ അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം എടുക്കും. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആളുകളെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കാണാതിരിക്കുക. തപ്പിപ്പിടിച്ച് കണ്ട് അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ് സംസ്കാരം വിളമ്പുന്നവന്മാരുടെ സംസ്കാരമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മലയാളികളെ ഇങ്ങനെ ഡേ ടു ഡേ ഫേമസ് ആക്കി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ലൈംഗിക ദരിദ്രരുള്ള സ്ഥലം എന്ന് പറയിപ്പിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.